അങ്ങനെ ഫിറോസ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സജ്ന നൂറിൻ്റെ എക്സ് ഹസ്ബൻഡാണ് ഫിറോസ് ഖാൻ. ഇവർ തമ്മിൽ പ്രധാനപ്പെട്ട ഷോ ആയിട്ടുള്ള ബിഗ് ബോസിൽ പ്രത്യക്ഷപ്പെടുകയും അതിൽ വളരെ ഫേമസ് ആയി ഇടയ്ക്ക് വെച്ച് നെഗറ്റീവ് മാർക്കോട് കൂടി ഇവർ പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി എന്നുള്ള സന്തോഷകരമാണ് എന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തെ തുടർന്ന് സജ്നയും ഫിറോസും ശരിക്കും വളരെ നിയമപരമായിട്ട് വേർപിരിയുന്നത്. എന്തായാലും സജ്നയും ഫിറോസും വേർപിരിഞ്ഞ ശേഷം റസൂൽ പൂക്കുട്ടിയെ പറ്റി ഒരു പോസ്റ്റ് മുമ്പ് സജ്ന ഇടുകയും താൻ അദ്ദേഹവുമായിട്ട് പ്രണയത്തിലാണ് എന്നുള്ള രീതിയിൽ പിന്നെ അത് പിൻവലിക്കുകയും ഇപ്പോൾ ഈയിടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവർ താൻ 3 മാസം ഗർഭിണിയാണ് എന്നുള്ള ഒരു അലിഗേഷൻ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഫോട്ടോയുടെ കൂടെ പങ്കുവെക്കുകയും അത് പിറ്റേ ദിവസം തന്നെ തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ തൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഒരു കുറ്റാണ് എന്നുള്ള രീതിയിൽ ആ കുറ്റങ്ങൾ, അതായത് ഇപ്പോൾ രണ്ടാമത് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഈ ഒരു പോസ്റ്റ് താൻ ഷെയർ ചെയ്യും, അത് ആരോ ഹാക്ക് ചെയ്തു, അത് തൻ്റെ എക്സ് ഹസ്ബൻഡാണ് എന്നുള്ള രീതിയിലൊക്കെ ആ കുറ്റങ്ങളൊക്കെ അയാളുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് റസൂൽ പൂക്കുട്ടി പ്രേരിപ്പിക്കുന്നതും ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പച്ചയായിട്ടുള്ള ഒരു വീഡിയോ ഫിറോസ് ഖാൻ രംഗത്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് റസൂൽ പൂക്കുട്ടി പറയുന്നുണ്ട്, ആദ്യത്തെ ഇവരുടെ ഒരു കുഞ്ഞിനെ ഇവർ ഇല്ലാതെയാക്കി, രണ്ടാമത് ഈ സ്ത്രീ ഗർഭിണിയാണ്, അപ്പോൾ അതും കൂടി ഇല്ലാതെയാക്കണം എന്നുള്ള ആവശ്യം ആണ് അയാൾ ഉന്നയിക്കുന്നത്. പക്ഷേ സജ്ന വളരെ വീറോട് കൂടിയിട്ട് വാദിക്കുന്നുണ്ട്, ആ ആദ്യത്തെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിൻ്റെ ഒരു ട്രോമയിൽ നിന്നാണ് ഞാനിത് വീണ്ടും എനിക്ക് ഈ ഒരു കുഞ്ഞിനെ കിട്ടിയത്, ഞാനിതിനെ നശിപ്പിക്കില്ല, പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ നല്ല സന്തോഷകരമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടായ കുഞ്ഞാണ്, ഒരിക്കലും ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുക നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്തോ ഉണ്ടായിട്ടുള്ള കുഞ്ഞല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വീഡിയോ, നമ്മൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ, അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ വലിയ പൈസ അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്, അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ, ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ, എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ച ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സച്ചിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ.
ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥം ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയും? മനസാക്ഷിയെ നടക്കുന്ന ഒരു അവിഹിത ബന്ധത്തിൻ്റെ പച്ചയായിട്ടുള്ള വീഡിയോ ആണ് ശരിക്കും ഫിറോസ് ഖാൻ പുറത്തു വിട്ടത്. അതിൽ അവർ തമ്മിലുള്ള സംഭാഷണം, ആ ഒരു അയാളിൽ നിന്ന് താൻ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആവുന്നു, മരുന്ന് തരുന്നു, അത് ഇല്ലാതെയാവുന്നു, രണ്ടാമതും പ്രഗ്നൻ്റ് ആവുന്നു, അത് വീണ്ടും ഇല്ലാതെയാക്കാൻ പറയുന്ന റസൂൽ പൂക്കുട്ടിക്ക് നേരെ ഒരിക്കലും ഞാനിത് ഇല്ലാതെയാക്കല്ലേ എന്നുള്ള രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് ആത്മാർത്ഥത എന്താണ്? അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു മിനിമം ഒരു ആത്മാർത്ഥത തൻ്റെ എക്സ് ഹസ്ബൻഡ്, അതായത് ഭർത്താവിനെ ലീഗലായി ഡിവോഴ്സ് ചെയ്ത് അതിലൊരു ആൺകുട്ടി ഉണ്ടായിരിക്കെ വേറെ ഒരു VIP എന്നുള്ള രീതിയിൽ, അതായത് അയാളോടുള്ള അമിത ആവേശത്തിൽ അങ്ങോട്ട് ചെന്ന് അയാളെ ആദ്യം ഫോഴ്സ് ചെയ്ത് ഒരു ഇൻ്റർകോഴ്സ് നടത്തിയും അത് കഴിഞ്ഞിട്ട് പിന്നെ നാച്ചുറലായിട്ട് അവരുടെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയിട്ടുള്ള ബന്ധങ്ങൾ, അവർ താമസിച്ച റിസോർട്ട് കോഴിക്കോട് അത് ഇത് എന്നുള്ള രീതിയിലൊക്കെ വളരെ പ്രൂഫോടുകൂടി ഒരു സ്ത്രീക്ക് ഇത്രമാത്രം അധപതിക്കാമോ, അല്ലെങ്കിൽ ഒരു VIP ആയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന സമൂഹത്തിലെ നല്ലവരായ ഉണ്ണികളുടെയൊക്കെ ഒരു യഥാർത്ഥ ഭോജത്രം വലിച്ചു കീറുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ മാന്യനായ ഒരു വ്യക്തി എന്തിനിങ്ങനെ ഒരു അവിഹിതത്തിന് പോയി ഇങ്ങനെ നാറാനിരിക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് ചോദിക്കുന്ന, നാണല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന രീതിയിൽ ഓസ്കാർ എന്ന് പറയുന്നത് അപൂർവമായിട്ട് ലോകത്ത് തന്നെ കിട്ടുന്ന ഒരു ബഹുമതിയായിരിക്കും. ആ ബഹുമതി വാങ്ങി ഒരു വെറും ഒരു ആക്ട്രസിൻ്റെ പിന്നാലെ നടന്ന് അവളുടെ 2 അവിഹിത ഗർഭം ഇല്ലാതെയൊക്കെ എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹം ശരിക്കും എല്ലാവരുടെ മനസ്സിലും ഉടഞ്ഞു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി സജ്ന നൂറും ഫിറോസ് ഖാനുമായിട്ടുള്ള ആ ബന്ധത്തിന് മുമ്പേ സജ്ന ഓൾറെഡി ഒരു അന്യമതസ്ഥനുമായിട്ട് വിവാഹിതനാവുകയും ആ അന്യമതസ്ഥനെ പിന്നെ സജ്നയുടെ വീട്ടുകാർ ചേർന്ന് അവരുടെ ജാതിയിലേക്ക് മാറി അങ്ങനെ അവർ ലീഗലായി വിവാഹം കഴിക്കുന്നു, അതിലൊരു കുഞ്ഞുണ്ടാവുന്നു. അതേ തുടർന്ന് അയാളുടെ മദ്യപാനശീലവും അമിതമായ ആക്രമണ സ്വഭാവവും മൂലം സജ്ന ഡിവോഴ്സായിട്ട് വേറൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിറോസ് ഖാനുമായിട്ട് പ്രണയത്തിലാവുന്നതും ഫിറോസ് ഖാൻ ആവട്ടെ ഓൾറെഡി ഒരു ഡിവോഴ്സ് കഴിഞ്ഞതുകൊണ്ട് ആ ട്രോമയിൽ ഇരിക്കുമ്പോഴാണ് സജ്ന നൂറുമായിട്ട് പ്രണയത്തിലാവുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ സജ്നയെ പറ്റിയിട്ട് ഫിറോസ് ഖാൻ ചോദിക്കുന്ന ഒരു ആളുണ്ട്, നിയാസ്. അയാളോട് ഫിറോസ് ഖാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ കുട്ടി എങ്ങനെയുണ്ട്? അപ്പം നിയാസ് പറയുന്നത് വളരെ നല്ല കുട്ടിയാണ്. പക്ഷെ വിവാഹാനന്തരം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിയാസ് എന്ന ഇവരുടെ മീഡിയേറ്ററും ഈ സജ്നയുമായിട്ടുള്ള വളരെ മോശം റിലേഷൻ, അത്രമാത്രം മോശം റിലേഷൻ, അവരൊരു ഭാര്യ ഭർത്താവിൻ്റെ പോലെയായിരുന്നു. അതിൻ്റെ പ്രൂഫ് ഫിറോസ് ഖാന് കിട്ടുന്നുണ്ട്. തുടർന്ന് സജ്നയുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ അവരൊരു ആൽബത്തിന് അഭിനയിക്കാൻ പോകുന്നു മലപ്പുറത്ത്. അപ്പോഴേക്കും അവർക്കൊരു ആൺകുഞ്ഞായി. ആ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള അടുത്ത അവിഹിതം, ആ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസറോട് എനിക്ക് ഫിറോസ് ഖാനോട് യാതൊരു വക താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ലീഗലായിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഫിറോസ് ഖാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് iCloud-ലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ? ചോദിക്കേ ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം?
എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഇനി ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ ഒരു കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതും മാത്രമല്ല ലീഗലായിട്ട് ഒപ്പിടുകയും പിന്നെയും ആ ബന്ധങ്ങളൊക്കെ നശിച്ച് വീണ്ടും ഫിറോസ് ഖാൻ്റെ അടുത്ത് ചെല്ലുന്നു. വീണ്ടും ഇവരിൽ വേറൊരു ബന്ധം കണ്ടെത്തുന്നു. അതിന്നൊക്കെ അയാൾ ആ ആൺകുട്ടിയെ ഓർത്ത്, തനിക്കുണ്ടായ കുട്ടിയെ ഓർത്ത് അവരോട് മാപ്പ് കൊടുത്തു വിടുന്നു. അങ്ങനെ ലക്ഷ്മി ജയൻ എന്നുള്ള ഗായികയായിട്ട് വീണ്ടും ഈ സജന ബന്ധം സ്ഥാപിച്ച് അവരുമായിട്ട് ചില മയക്കമരുന്ന് അങ്ങനെയുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് സത്യം പറഞ്ഞ ജീവിതം ഒരു ആർമാദിക്കൽ. ഫിറോസ് ഖാൻ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അയാളെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ കൂടാതെയാണ് ഇവർ ഒരു VIP ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ആ VIP ഏതോ മഹാനാണെന്നുള്ള രീതിയിൽ അവിടേക്ക് ചെന്ന് കമിഴ്ന്ന് വീണ് അയാളിൽ നിന്ന് 2 ഗർഭം എരന്നു വാങ്ങുന്നു. അയാളാണെങ്കിലോ ഇതൊരു പുലിവാലായല്ലോ, ആ ആദ്യത്തെ ഒരു ആവേശത്തിൽ ഈ സ്ത്രീയെ അയാൾ സ്വീകരിക്കുന്നു. പിന്നെ അയാൾ അത് ഒഴിവാക്ക് നീ ആ പ്രഗ്നൻസി ഒഴിവാക്കുക എന്നുള്ള രീതിയിലൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ ആദ്യത്തെ ഭർത്താവിൻ്റെ തലയിൽ കുറ്റം ചാർത്തണേ എന്നുള്ള രീതിയിൽ വേറൊരു കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലാനിങ് ആണ്. ഈ ഫിറോസ് ഖാൻ സത്യം പറഞ്ഞാൽ അയാളിങ്ങനെ ഒരു മുമ്പൊരു ബന്ധത്തിലൊക്കെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു പാവം ഹസ്ബൻഡാണ്. മാക്സിമം അയാളുടെ മകന് വേണ്ടി ആ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ആ വഴുവഴുപ്പുള്ള വെറുപ്പിൻ്റെ തറയിൽ ഇത്രയും തത്തറയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കാനായിട്ട് അയാൾ തയ്യാറായി. എന്നിട്ടും അയാൾ ക്ഷമിച്ചും സഹിച്ചും അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ VIP ആയിട്ടുള്ള അവിഹിത ബന്ധമുണ്ടായപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല, ഇത് വിടുകയാണ് നല്ലത്. കാരണം ആ VIPയെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് സമൂഹത്തിൽ. തീർച്ചയായിട്ടും ഇയാൾ ഭയന്നിട്ടുണ്ട്. ആ കുഞ്ഞിന് ചിലവിന് കൊടുത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ രീതിക്ക് ജീവിച്ചോളാം, എൻ്റെ തടി രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഇയാൾ ഇങ്ങോട്ട് പോന്നു. പിന്നെയും അയാളെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളുമായിട്ട് ഇവർ കുത്തിത്തുളയ്ക്കുമ്പോൾ അയാളൊരു പരാതി കൊടുക്കുകയാണെന്ന് കമ്മീഷണർക്ക്. തൻ്റെ ജീവിതം, തനിക്ക് ഒരു സ്വൈര ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം അവർ തരുന്നില്ല, വീണ്ടും തന്നെ ഹോണ്ട് ചെയ്യണു. അപ്പോൾ തീർച്ചയായിട്ടും പഴയ ചില കാര്യങ്ങളൊക്കെ അയാൾ പുറത്തേക്ക് ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സ്ത്രീയുടെ ഒരു പതനം തന്നെയാണ്. അവർ ഗർഭിണിയാണെങ്കിൽ ഇനി അവരുടെ ഒരു കരിയർ, അവർക്കൊരു അഭിനയമോ അതൊന്നും പറ്റില്ല. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ ഇല്ലത്തുനിന്നിട്ട് പോരും ചെയ്തു, അമ്മാത്തിട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ ജാരനായിട്ടുള്ള VIP പതുക്കെ കൈയൊഴിയുന്നുണ്ട്. ഭർത്താവ് ഓൾറെഡി കൈയൊഴിഞ്ഞു. അപ്പം നിലവിൽ അവർ ആ വിഹിത ഗർഭവും പേറി ഇനി സമൂഹത്തിൽ ജീവിക്കേണ്ടി വരിക. ഇതിൻ്റെ ഈ പഴയ കഥകളൊക്കെ പഴയ എക്സ് ഹസ്ബൻഡ് എടുത്ത് പുറത്തേക്ക് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിക്കൂട്ടിയ ഇത്രയും വർഷത്തെ ആ അവിഹിത കഥകളൊക്കെ അയാൾ ഒരു മറയില്ലാതെ പുറത്ത് കൊണ്ടുവന്നത് അയാളെ അത്ര ഇവർ ആവശ്യമില്ലാത്ത കേസുകളിൽ കൊടുക്കുകയും അത്രമാത്രം അലിഗേഷൻ അയാൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടാണ്. എന്തായാലും ഒരു VIP എന്നുള്ള ആ വിഗ്രഹം തകർന്നടഞ്ഞു. സജന എന്നുള്ള ആ ഒരു ആക്ട്രസ്സിൽ കുറേ ക്വാളിറ്റി ആളുകൾ കണ്ടിരുന്നു. ഇവൻ ഇതൊക്കെ ആയാലും അവരൊരുപാട് സഹിച്ചിട്ടാണ് ഇങ്ങനൊരു VIP ആയിട്ട്. പക്ഷേ ഇവരുടെ ഈ പഴയ കഥകളുടെ ആ ഒരു തുറന്നു കാട്ടൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ വ്യക്തിത്വത്തിന് തന്നെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോ ബന്ധങ്ങളിൽ നിന്നും ഇങ്ങനെ പാറിക്കളിച്ച് തന്നെ തനിക്കൊരു മകനുണ്ട്, മുതിർന്ന ഒരു മകളുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ട്രോമ എത്രയാണ്. അവരിനി ആ സ്കൂളിലൊക്കെ പോകുമ്പോൾ സഹപാഠികളിലൂടെയൊക്കെ അവരുടെ നോട്ടത്തിലൂടെയും ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ മുമ്പിലൊക്കെ ആ കുഞ്ഞുങ്ങളെ എന്തുമാത്രം ചെറുതായി പോവില്ലേ. ഇവരുടെ 2 പേരുടെയും ഇങ്ങനെയുള്ള അലിഗേഷനും ഈ വക വൃത്തികേടും കാരണം ആ 2 കുട്ടികളുടെ ഒരു ബാല്യം തന്നെ നശിച്ചു പോവുകയാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അമ്മയും അച്ഛനും അമ്മ ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിലൂടെ അച്ഛൻ നിസ്സഹായനായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സജനയുടെ മൂത്ത മകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം അച്ഛനെ അമ്മ ഓൾറെഡി ഉപേക്ഷിച്ചതാണ്, പിന്നെ രണ്ടാനച്ഛനാണ്. ആ ബന്ധത്തിലും അമ്മ നിന്നില്ല, അവിടുന്നും അവരിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ തുറന്നു കാണുന്ന രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ സ്റ്റോറിയായിട്ടും പല സ്റ്റാറ്റസായിട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ആ 2 കുട്ടികളെ ഓർക്കുന്നില്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.